CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ തുടക്കം, പുതിയ വികസന വർഷം, പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ടാകുമെന്നും മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം സർവർക്കും ലഭിക്കുമെന്നും നരേന്ദ്രമോദി. ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിച്ച മോദി UP-യിൽ രക്ഷ കിട്ടാതെ രാഹുൽ ഗാന്ധി കേരളത്തെ താവളമാക്കിയെന്നും പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തിയ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. നിശ്ചയിച്ച സമയത്തിലും 15 മിനിറ്റ് വൈകിയാണ് മോദി കുന്നംകുളത്തെത്തിയത്. കൊച്ചിയിലെ നാവികസേനാ വിമാനത്താവളത്തിൽ നിന്നും 9:46-നാണ് മോദിയുമായി ഹെലികോപ്റ്റർ പുറപ്പെട്ടത്. 1 മണിക്കൂർ വൈകിയാണ് മോദി കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചതെങ്കിലും സമയം അധികം വൈകാതെ സമ്മേളന നഗരിയായ ചെറുവത്തൂർ ഗ്രൗണ്ടിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നഗരം. പഴുതടച്ച സുരക്ഷയാണ് നഗരത്തിലും പരിസരത്തും ഒരുക്കിയിരുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം കുന്നംകുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് കൂനമുച്ചി ചൂണ്ടൽ റോഡ് മാർഗം. മേഖലയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, കുന്നംകുളത്ത് അനധികൃതമായി നിർത്തിയിട്ട വാഹനം പോലീസ് നീക്കം ചെയ്തു. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള മോദിയുടെ സന്ദർശനത്തിനിടെ നഗരകേന്ദ്രത്തിൽ അനധികൃതമായി നിർത്തിയിട്ട ആൾട്ടോ കാറാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ജനവിധിയായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കോൺഗ്രസ് എളവള്ളി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം. കെട്ടിട നിർമ്മാണ കമ്പനിക്ക് 10,000 രൂപ പിഴ ചുമത്തി നോട്ടീസ് നൽകി. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച യുവാവ് മരിച്ചു. വെസ്റ്റ് മങ്ങാട് പട്ടിത്തടം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് അഗ്നിബാധയുണ്ടായത്. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീങ്ങി. എഴുന്നള്ളിക്കുന്ന ആനയും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം 6 മീറ്റർ ആയിരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കടൽ കടന്നും കേരളത്തിന്റെ മികവ് തെളിയിക്കാൻ തയ്യാറെടുക്കുകയാണ് EL നിർമ്മല മാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദുബായിൽ നടക്കുന്ന സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലയിൽ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പുന്നയൂർ അകലാട് CH കലാകായിക സാംസ്കാരിക സമിതിയുടെ 38ാം വാർഷികാഘോഷവും നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിക്കലും നടത്തി. അകലാട് 3 പരിസരത്ത് നടന്ന സാംസ്കാരിക സമ്മേളന വേദിയിൽ സമിതി രക്ഷാധികാരിയും പുന്നയൂർ പഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ C അഷ്റഫ് നറുക്കെടുപ്പ് നിർവഹിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. ചിറമനേങ്ങാട് കളത്തിൽ വീട്ടിൽ പ്രമോഷനാണ് പരിക്കേറ്റത്. 4 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളാഘോഷം സമാപിച്ചു. വിഷുദിനത്തിൽ നാട്ടരങ്ങ് കലാപരിപാടികൾ ഒരുക്കി മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി 4ാം ദിനത്തിലാണ് നാട്ടരങ്ങ് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ആറ്റത്ര കത്തോലിക്ക ദേവാലയത്തിൽ സീനിയർ CLC-യും പ്രകൃതി സംരക്ഷണ സംഘവും സംയുക്തമായി ഗ്രീൻ ഫുൾ ഡേ ദിനം ആചരിച്ചു. ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റയൊരുക്കുന്ന ആലാട്ട് കുടുംബത്തിന്റെ പച്ചക്കറിത്തോട്ടം ഇത്തവണയും വിഷുവിന് വിളവെടുത്തു. പതിവ് തെറ്റാതെയാണ് വിഷുവിന് പച്ചക്കറിയൊരുക്കി ആലാട്ട് ബാബു തന്റെ പാരമ്പര്യം തുടരുന്നത്. പുന്നൂർക്കുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വാർഷികാഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 14, 15 തീയതികളിലാണ് വിവിധ പരിപാടികളോടുകൂടി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വാർഷികം നടത്തിയത്. പുന്നയൂർ പഞ്ചവടി ദിൽക്കി ആവാസ് ഓർക്കസ്ട്രയും തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസെൻ റിസോർട്ടും സംയുക്തമായി പെരുന്നാൾ വിഷു ആഘോഷം നടത്തി. തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ 8ാം ഇടവും ഇടവക ദിനവും മതബോധന ദിനവും സംയുക്തമായി ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.